കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിൽ മലബാറിലേറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇരിട്ടി പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. കാലങ്ങളായി പൊട്ടിത്തകർന്ന നിലയിൽ വിഗ്രഹം മാത്രമായി കിടന്ന സ്ഥലത്തെ സാന്നിധ്യം ശത്രുഘ്ന സ്വാമിയാണെന്ന് മനസ്സിലാക്കിയതും ക്ഷേത്രം പ്രസിദ്ധി ആർജിച്ചതുമാണ് ഈ അടുത്ത കാലത്താണ്. ആ കാണാമാ റിപ്പോർട്ട് ദൈവമേ കൈതൊഴാൻ. തിമിർത്തുപെയ്യുന്ന കർക്കിടകം, പുണ്യം ചൊരിയുന്ന രാമായണ ശീലുകൾ. വിശ്വാസികൾക്കിത് നാലമ്പല ദർശനത്തിന്റെ കാലമാണ്. മലബാറിൽ നാലമ്പല ദർശനത്തിൽ ഏറെ പ്രാധാന്യമുണ്ട് കണ്ണൂർ ഇരിട്ടിക്ക് സമീപത്തെ പായം മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രത്തിന്. നീർവേലിയിലെ ശ്രീരാമക്ഷേത്രവും വാരത്തെ ഭരതക്ഷേത്രവും പെരിഞ്ചേരിയിലെ ലക്ഷ്മണക്ഷേത്രവും പിന്നിട്ട് പായം ശത്രുഘ്നെ കൂടി കണ്ടാണ് വിശ്വാസികൾ നാലമ്പല ദർശനം പൂർത്തിയാക്കുക. ശത്രുഘ്ന ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടായ ചക്രസമർപ്പണം മലബാറിൽ നടക്കുന്ന ഏക ക്ഷേത്രം കൂടിയാണിത്. ശത്രുഘ്ന സ്വാമിക്കൊപ്പം ഗണപതിയും വാനശാസ്താവും ഭഗവതിയുമാണ് ഉപദേവതകൾ. തലമുറകളോളം ആരും അറിയാതെ കിടന്ന ക്ഷേത്രം 2019 അറിയപ്പെട്ടു തുടങ്ങിയത്. തകർന്നടിഞ്ഞിടുന്ന ക്ഷേത്രമാണ്. 5-8 തലമുറ മുമ്പ് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം കൊണ്ട് എന്നല്ലാതെ ക്ഷേത്രം ഉള്ളതായിട്ട് അറിയില്ല. അപ്പം അത്രയും പഴക്കമുണ്ട്. ഇതിൻ്റെ വിഗ്രഹം എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വിഗ്രഹം ഇപ്പം നിർമ്മിക്കാനാവില്ലെന്നാണ് ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. മൊട്ടശ്രീപൂരാണ് ഉള്ളത്. അപ്പം അത് അപൂർവമായിട്ട് കാണുന്നതാണ് മൊട്ടശ്രീപൂരം എന്നുള്ളത്. വ്യാഴാഴ്ചകളിലെ താമരമാല സമർപ്പണം പ്രധാന വഴിപാടാണ്. പാൽപ്പായസവും ത്രിമധുരവുമാണ് വിശേഷ പ്രസാദങ്ങൾ. ഏതു സമയത്ത് എത്ര ആളുകൾ എത്തിയാലും വിളമ്പുന്ന കഞ്ഞിയും പുഴുക്കും പായം ശത്രുഘ്ന ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും കണ്ടു തൊഴുതാൽ പിന്നെ ശത്രുഘ്ന സ്വാമിയെ കൂടി തൊഴുതാലാണ് നാലമ്പല ദർശനം പൂർത്തിയാകുന്നത്. മലബാറിലെ നാലമ്പല ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് കണ്ടത്. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.